പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടക കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഇടവകയിൽ അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ ഈ മധ്യാഹ്ന സമയത്ത് ആയിരിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും തക്കവണ്ണം ഒരവസരം ദൈവം തമ്പുരാൻ നൽകിയിരിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയിലായിട്ട് ഏകദേശം 4 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ ദേവാലയത്തിൽ വരികയും പരിശുദ്ധനായ ഗീവർഗീസയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധമായ ത്രോണോസിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് ആദ്യമായി ലഭിച്ച അവസരമാണ്. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ ഇടവക പള്ളിയും പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ ആ നാമധേയത്തിലുള്ളതാണ്. അതുപോലെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു ദേവാലയവും പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ളതാണ്. സഹദായുടെ മധ്യസ്ഥത നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹീതമാണെന്നുള്ളത് ഈ ദേവാലയത്തിൽ ആയിരിക്കുന്ന നമുക്കും ഒക്കെയും അറിയാവുന്നതാണ്. പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്കൊക്കെയും ഏറ്റവും അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെയും നമ്മെ പരിപാലിച്ച ഒരു ദൈവകൃപയുണ്ട്. ഞാനിവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോഴും ദൈവം നടത്തിയതായ ആ കൃപകളെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്രകാരം എഴുന്നേറ്റ് നിൽക്കുന്നവൻ ഒത്തിരി കാലം നിൽക്കുകയും ഞാൻ നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴും എൻ്റെ ദൈവമാണ് എന്നെ നിർത്തുന്നതെന്നുള്ള ബോധ്യം നമ്മയൊക്കെയും നയിക്കേണ്ടതാണെന്നുള്ളത് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ശീമാ നമസ്കാരത്തിൽ വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരത്തിൽ നമ്മൾ ഇപ്രകാരം പാടുന്നുണ്ട്: എന്തപനം നാളേക്കെന്നോരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും. കാലം പോകുന്നു, പിഴ നിലനിൽക്കുന്നു, കൃപ ചെയ്യുക നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ, ശരണം നിൻ കൃപദാൻ. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ് പിതാക്കന്മാര് പറയുന്നത്: ഞാൻ നാളെ അനുതപിക്കാമെന്ന ദിവസം തോറും നിശ്ചയിക്കുന്നു. അങ്ങനെ എൻ്റെ ദിവസങ്ങൾ കടന്നു പോകുന്നു, എങ്കിലും എൻ്റെ കടങ്ങൾ നിലനിൽക്കുന്നു. ആകയാൽ കർത്താവേ, നിന്റെ കരുണ എൻ്റെ മേൽ ഉണ്ടാവുകയും നിന്റെ കൃപയാൽ ഞാൻ ജീവിക്കുകയും ചെയ്യുമാറാകണമേ എന്നാണ് പിതാക്കന്മാര് അതിന്റെ അർത്ഥം നൽകുന്നത്. എൻ തപനം നാളേക്കെന്ന് ഓരോ ദിനവും ഞാൻ ഓർക്കുന്നു. അതായത് നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വീഴ്ചകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ നാളെ അനുതപിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോവുകയാണ്. അതാണ് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചത്. ഞാൻ എന്ന ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ് ഇപ്രകാരം നമ്മുടെ ജീവിതം മുമ്പോട്ട് അനുതപിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ മുമ്പോട്ട് പോകുന്നത്. അനുതാപം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ് ഈ നിമിഷം കഴിയുമ്പോഴും കഴിഞ്ഞ നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്നതായ വീഴ്ചകൾ എന്ത് എന്ന് ഓർത്ത് അതിനെക്കുറിച്ച് അനുതപിക്കണമെന്നാണ് പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു കഥ ഇപ്രകാരമുണ്ട്. 1-2 സന്യാസിമാര് കവി അയ്യപ്പ പണിക്കർ മാഷിന്റെ വീട്ടിലേക്ക് അവരുടെ ആശ്രമത്തിലെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. അവരേകദേശം ഒരു സന്ധ്യസമയത്താണ് ആ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യയാവുമ്പം കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ലൈറ്റൊക്കെ ഇടും. ഏറ്റവും പ്രകാശപൂരിതമാക്കി ആണ് ഇപ്പോഴത്തെ വീടുകളൊക്കെ, അല്ലേ? നമ്മളറിയാം, നമ്മൾ പുതിയ വീടുകളൊക്കെ പണിയുമ്പം നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ അവിടെ ലൈറ്റ് ആയിരിക്കും. ഒരു ഷെയ്ഡിൽ തന്നെ ഒരു 10-15 ലൈറ്റ് കാണും. അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഭവനത്തിന്റെ മുറ്റത്ത് ഈ സ്വാമിമാരെത്തിയപ്പം അവിടെ മുറ്റത്തൊരു പ്രകാശം കാണുന്നില്ല. അപ്പൊ അവര് മനസ്സിൽ ചിന്തിച്ചു, മാഷ് ഇവിടെ ഉണ്ടാവുകയില്ല, അവരുടെ യാത്രയൊക്കെ വിഫലമായല്ലോ എന്ന് ചിന്തിക്കുമ്പം ഒരു സ്വാമി പറഞ്ഞു, ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, നമുക്കൊന്ന് കോളിംഗ് ബെൽ അടിച്ച് നോക്കാം
മാഷ് അകത്തുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് ഒരു കോളിംഗ് ബെൽ അടിക്കുമ്പോൾ മാഷ് ഇറങ്ങി വരികയും അവരെ അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അകത്തെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ഇവർ വന്ന കാര്യങ്ങളൊക്കെ മാഷിനോട് പറഞ്ഞു. അദ്ദേഹം ആ ക്ഷണമൊക്കെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഈ സ്വാമിമാര് തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പം അതിലൊരു സ്വാമിക്കൊരു സംശയം. വീടിനകത്ത് വെട്ടമൊക്കെ ഉണ്ട്, ഇനി മാഷ് പുറത്ത് വെട്ടമിടാൻ മറന്നുപോയതാണോ എന്താണെന്നൊന്ന് ചോദിക്കണം എന്നുള്ള ഒരു ചിന്ത ആ സ്വാമിയുടെ മനസ്സിലുണ്ടാകുകയും അദ്ദേഹം ഈ മാഷിനോട് ചോദിച്ചു, എന്താ മാഷെ സന്ധ്യയായിട്ട് വീടിന്റെ മുറ്റത്ത് ഒരു പ്രകാശം, അല്ലെ വീടിന് പുറത്തൊരു പ്രകാശം ഇല്ലാത്തത് എന്ന് ചോദിച്ചു. അപ്പോഴും മാഷ് തമാശ രൂപേണ ഈ സ്വാമിമാരോട് പറഞ്ഞു, എൻ്റെ സ്വാമി, നമ്മുടെ അകത്ത് വെളിച്ചമില്ലാതെ പുറം മാത്രം ഇങ്ങനെ പ്രകാശിപ്പിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ ഉള്ളിൽ പ്രകാശമില്ലാതെ പുറത്ത് മാത്രം നമ്മളിങ്ങനെ ഒന്ന് പ്രകാശിപ്പിച്ചു വെച്ചത് കൊണ്ട് എന്താണ് കാര്യമെന്ന് ഈ മാഷ് ഈ സ്വാമിയോട് ചോദിച്ചു. നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്രകാശമാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. യേശു തമ്പുരാനും ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കും, അല്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കുമെന്ന് തമ്പുരാൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ വെളിച്ചം ഇരുണ്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, ഇരുട്ടെന്ന് പറയുന്നത് എന്താ? വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ടെന്ന് പറയുന്നത്. വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇരുട്ടിന് ഒരിക്കലും വെളിച്ചത്തെ മറികടക്കുവാനായിട്ട് സാധിക്കില്ല. ഈ വെളിച്ചമില്ലാതെ പോയാലാണ് ഇരുട്ടിനൊരു സ്ഥാനം ഉണ്ടാകുകയുള്ളൂ. നമുക്കറിയാം, നല്ല ഇരുട്ടത്തോടെ ഒരു മിന്നാമിനുങ്ങ് പോയാൽ പോലും അതിന്റെ പ്രകാശം പോലും വലിയൊരു പ്രകാശമാണ്. അപ്പൊ ഈ പറയുന്ന ഇരുട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് നീക്കപ്പെടുവാനായിട്ടാണ് നമ്മൾ നമ്മുടെ ആത്മീക ജീവിതം കൊണ്ട് ഇടയാകേണ്ടത്. അതിനാണ് നമ്മൾ ഈ ധ്യാനയോഗങ്ങളിൽ സംബന്ധിക്കുകയും വേദപുസ്തകം വായിക്കുകയും നമ്മുടെ ആരാധനാ ജീവിതം, കൗദാശിക ജീവിതം ഇങ്ങനെ ദൈവത്തോട് ചേർത്ത് നമ്മളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിനാണ് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം, അല്ലേ? തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ആ വെളിച്ചം ഇരുട്ടായി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ധ്യാനയോഗങ്ങളിലും നമ്മുടെ കൗദാശിക ജീവിതത്തിലും ഒക്കെ നമുക്ക് ഇടയാകേണ്ടത്. പക്ഷെ പലപ്പോഴും പല സാഹചര്യങ്ങൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ വെളിച്ചത്തെ ഇരുട്ടാക്കി കളയുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാറുണ്ട്. അവിടെ ഒന്ന് ചിന്തിച്ച് എൻ തപനം നാളേക്കാക്കി വെക്കാതെ എന്തെങ്കിലും ഒരു വീഴ്ച നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, തമ്പുരാനെ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞ മുടിയനായ പുത്രനെ പോലെ അനുതപിക്കുവാനുള്ളൊരു മനസ്സ് കാണിക്കുമ്പം ഈ വെട്ടം കൂടുതലായിട്ട് പ്രകാശിക്കും, അല്ലെ? നമുക്കറിയാം, നമ്മുടെ ദേവാലയത്തിന്റെ മധ്യത്തിലൊക്കെ മനോഹരമായ വിളക്കുകൾ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ വെളിച്ചമുണ്ടാകണമെങ്കിൽ എന്തൊക്കെ വേണം? തിരി വേണം, എണ്ണ വേണം. ഈ എണ്ണ തീർന്നു പോയി കഴിഞ്ഞാൽ ആ തിരി എന്ത് കത്തും? കരിന്തിരി കത്തിപ്പോവും. ഒരിക്കലും അതിന് വീണ്ടും പ്രകാശിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ പ്രകാശം പകർത്തുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അതിലുള്ള എണ്ണ വഹിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അതാണ് നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ കുറവ് വരുമ്പോൾ ഈ പറയുന്ന വെളിച്ചവും കുറഞ്ഞു പോകും. അതുകൊണ്ട് ആത്മീക ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന കുറവുകൾ സംഭവിക്കാതെ ഇരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അനുതാപം എന്ന് പറയുന്നത്? അനുതാപം അഥവാ റിപ്പൻഡൻസ്, മാനസാന്തരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ്? വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ the Bible, repentance is defined as a change of mind that leads to a change in action involving turning away from sin and turning toward God. വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് മാനസികമായ മാറ്റങ്ങൾ, നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റങ്ങൾ വരുത്തുകയും അത് നമ്മെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം, അല്ലെ മറ്റൊരുത്തനോടൊരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി ഒരു സോറി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. അതല്ല യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ പറയുന്ന തെറ്റിൽ നിന്ന് നമ്മൾ തിരിയുകയും ആ തിരിയുന്നതോടൊപ്പം ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയപരമായ ഒരു മാനസാന്തരം
എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ് ഓഫ് സോറി. ഒരു സോറി, ഒരു ലാഘവത്തോടുകൂടി നമ്മൾ പറയുന്ന ഒരു സോറി അല്ല യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരാളുടെ ജീവിതം തന്നെ മാറ്റി പുതിയ ദിശാബോധം നൽകി അവൻ ദൈവ പദ്ധതികൾക്ക് വിധേയനാക്കപ്പെടുമ്പോഴാണ് അവൻ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നത്. നമ്മളൊക്കെ വിശുദ്ധ കുമ്പസാര കുദാശ നിർവഹിക്കാറുള്ളവരാണ്. ഏറ്റവും കുറഞ്ഞത് ആണ്ട് കുമ്പസാരമെങ്കിലും നമ്മളൊക്കെ നടത്താറുണ്ട്. സത്യമായ വിശുദ്ധ കുമ്പസാര കുദാശ നടത്തുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? പലപ്പോഴും പൊതുയോഗത്തിൽ ഒരു അംഗമാകുവാനായിട്ട് വിശുദ്ധ കുമ്പസാര കുദാശയെ കാണുന്നവരും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എന്നാൽ സത്യമായ കുമ്പസാര കുദാശ നിർവഹിക്കുന്ന അനേകം ആളുകളുണ്ട്. ഈ പറയുന്ന പോലെ ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് എഴുന്നേൽക്കുവാനായിട്ട് ഇടയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാപങ്ങളിൽ നിന്നൊക്കെ മാറ്റപ്പെട്ട് പുതിയ സൃഷ്ടിയായിട്ട് തീരണം. വീണ്ടും അതിലേക്ക് പോകുമ്പോൾ ആ സൃഷ്ടി നശിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരനുതാപം നമ്മുടെ ജീവിതത്തിൽ സത്യമായിട്ടുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ മുമ്പോട്ടുള്ള ഒരു യാത്രയിൽ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകുകയുള്ളൂ. ഒരിക്കലും തമ്പുരാൻ ഈ തെറ്റുകുറ്റങ്ങളിൽ വീണുപോകുന്ന മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അവൻ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നവരൊക്കെ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രവർത്തികൾ പലപ്പോഴും ഈ പറയുന്ന നമ്മുടെ ആത്മാവാകുന്ന വെള്ള വസ്ത്രത്തിൽ കറകൾ പുരട്ടുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാറുണ്ട്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനുതാപത്തെക്കുറിച്ചും അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യം ഇവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, എന്നാൽ യഹോവ പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദയോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് നൽകിയതുമായ ന്യായപ്രമാണ പ്രകാരം എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടപ്പിൻ എന്ന് സാക്ഷിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട്, നിങ്ങളുടെ ദുഷ്ടമാർഗങ്ങളെ വിട്ട്, നിങ്ങളുടെ ദുഷ്ടചെയ്തികളെ വിട്ട് തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ് തമ്പുരാൻ നമ്മയൊക്കെ വിളിച്ചിരിക്കുന്നതും നമ്മയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് തമ്പുരാൻ ഇങ്ങനെ വിടുവിച്ചുകൊണ്ട് വരുമ്പോഴും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം പോകുന്നുണ്ട് അല്ലേ? ഇസ്രായേലിനോട് പറയുന്നത് എങ്ങോട്ടാ? ചുമ്മാ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്നല്ല പറയുന്നേ. അവരെ എത്തിപ്പെടാൻ പോകുന്ന ദേശത്തിന്റെ മഹാത്മ്യം എന്ത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ ജനത്തോട് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് അല്ലേ? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് വരുന്നത്. എങ്കിലും ആ യാത്രാമധ്യേ ഈ ജനം പല വിധത്തിൽ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്നുണ്ട്. ആ പിറുപിറുപ്പ് ആ ജനത്തെ കനാൻ ദേശത്തേക്ക് എത്തിക്കുന്നില്ല അല്ലേ? ഇവിടെ പലരും ഈ പറയുന്ന 20 വയസ്സിൽ താഴെയുള്ള ആരും കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇഹലോക ജീവിതമാകുന്ന ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവ പദ്ധതികൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്കിടയാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന അനുതാപത്തിനുള്ള ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ദുഷ്ടമാർഗങ്ങളെ വെടിയണം അല്ലേ? നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുകളയണം എന്നുള്ളതാണ് അനുതാപത്തിന്റെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് തമ്പുരാൻ നമ്മോട് പറയുന്നത്. ഇന്ന് നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്താൽ എത്ര ഭയാനകമായ സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ തന്നെ ഭയപ്പെടുത്തുന്ന, നമ്മളെ തന്നെ ഭീതിപ്പെടുത്തുന്ന എത്രയോ കാര്യങ്ങളാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസവും ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം 3 കൊലപാതകങ്ങൾ നിഷ്ഠൂരമായി ചെയ്തിട്ടും ഒരു മാനസാന്തരവുമില്ല അതല്ലേ? പിന്നീട് പറയുന്നത് എനിക്ക് ഇനിയും ആളുകളെ കൊല്ലാനുണ്ടെന്നാണ് മനുഷ്യൻ പറയുന്നത്.
ഒറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിനെ കൊല്ലാനുള്ള കാരണം എന്താ? തൻ്റെ ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റുന്നത് അയൽവക്കത്തുള്ള സ്ത്രീയാണെന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തെ ഇത്രയും ഈ പറയുന്ന നിഷ്ഠൂരമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അതാണ് ഒരു ചിന്ത. അതാ മനുഷ്യനെ 3 കൊലപാതകത്തിലേക്ക് നയിച്ചു. വീണ്ടും ജയിൽവാസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും ഇനിയും ഞാൻ ആളുകളെ കൊല്ലുമെന്നാ പറയുന്നത്. എവിടെയാണ് മനുഷ്യന്റെ ചിന്തയും അവന്റെ ജീവിതവും നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പം ഓരോ ദിവസവും പേടിയോടുകൂടി അല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കുവാനായിട്ട് സാധിക്കില്ലല്ലേ? നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ഒരു വാക്ക് ഒരു മനുഷ്യന്റെ മനസ്സിൽ അതൊരു പകയായിട്ട് രൂപപ്പെട്ടാൽ നാളത്തെ നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളും ഒരുത്തനെ മുറിപ്പെടുത്താത്ത രീതിയിലുള്ള സംസാരവും ഒക്കെ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഭാര്യയും വേദനപ്പെടുത്താതെ ജീവിക്കുവാൻ, അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടാകാം. പക്ഷെ ആ വീഴ്ച ഉണ്ടാകുമ്പോഴും അയ്യോ, ഞാൻ അവരോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ തന്നെ വരുമ്പം നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെ? ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവർ. അവനോടൊരു ക്ഷമ, ആത്മാർത്ഥമായിട്ട് ഒരു ക്ഷമ ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പം നമ്മളൊക്കെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായി തീരും. അല്ലാതെ നമുക്ക് ആർക്കും ഈ പറയുന്ന പോലെ ഞാൻ ജീവിക്കുന്ന കാലഘട്ടം വചനം ഓർമ്മിപ്പിക്കുന്ന 7-10 ഏറെയാൽ 80 മാത്രം. ഈ 80 വർഷക്കാലം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയാലും ഒരു ദിവസം പോലും ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാമെന്ന ഒരു ഉറപ്പും നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മൾ ആരോട് എന്ത് തെറ്റ് ചെയ്താലും അവനോട് ഒരു ക്ഷമ പറയാൻ, അല്ലെ അവനെ സഹോദരനെ കാണുവാൻ, ക്ഷമിക്കണമെന്ന് പറയുവാനുള്ള ഒരു മനസ്സ് നമ്മുടെയൊക്കെ ഉള്ളിലാണ്. തമ്പുരാൻ കാണിച്ചു തന്നാതാ, അല്ലേ? തമ്പുരാൻ കാണിച്ചു തന്നാതാ. ക്രൂശിന്മേൽ കിടക്കുമ്പോഴും തമ്പുരാൻ പറയുന്നത് എന്താ? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആർക്ക് പറ്റും? നമുക്ക് ആർക്കെങ്കിലും പറ്റൂ? നമുക്ക് ആർക്കും പറ്റത്തില്ല. നമ്മളൊരു അതിരിന്റെ പേരിൽ, ഒരു അരയിഞ്ച് സ്ഥലത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇന്ന് വരെയും മിണ്ടാത്ത, അല്ലെ, കണ്ടാൽ മിണ്ടാത്ത, കൂട്ടിയിടിച്ചാൽ മിണ്ടാത്ത ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. തമ്പുരാൻ ഒരു തെറ്റും ചെയ്യാതെ അവനെ ക്രൂശിച്ച ആളുകൾക്ക് വേണ്ടി ആ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇവർ ചെയ്തത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. എത്ര ഉദാത്തമായ മാതൃകയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെയാണ് നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അനുനയിച്ച് നടക്കുന്ന നമുക്ക് അത് സാധിക്കാതെ പോകും. അവിടെയാണ് നമ്മുടെ ആത്മീക ജീവിതം എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. യിരെമ്യാ പ്രവാചകൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 25-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തൻ അവനവന്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും വിട്ടുതിരിയുമെന്ന്. ഈ പ്രവാചകന്മാരൊക്കെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ദുർമാർഗങ്ങൾ വിടണം. ദൈവീകമായ പദ്ധതികൾക്കനുസരിച്ച് ദൈവീകമായ മാർഗങ്ങളിലൂടെ ചരിക്കണം എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. തമ്പുരാൻ കൽപ്പനകളൊക്കെ നൽകിയിട്ടുണ്ട്, 10 കൽപ്പനകൾ, അല്ലേ? കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, ആരെയും ദ്രോഹിക്കരുത് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ വേദപുസ്തകത്തിന്റെ താളുകളിൽ മാത്രമാക്കി നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ ജീവിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. തമ്പുരാൻ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചുവെങ്കിൽ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ നാളുകളിൽ ചെയ്യാൻ പറ്റും എന്നത് കാണിച്ചു തന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോടും ചെയ്യാനായിട്ട് പറയുന്നത്. അല്ലാതെ പഴയ പരീശന്മാരൊക്കെ ചെയ്തതുപോലെ വലിയ നുഖമെടുത്ത് നമ്മുടെ പുറത്ത് വെക്കുകയല്ല. നമ്മെ പോലെ തന്നെ പാപമൊഴികെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തന്നിട്ടാണ് തമ്പുരാൻ നമ്മോടും ഇത് പറയുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 31-ാം വാക്യം, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങൾ സകലവും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവിൻ, നിങ്ങൾക്ക് പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. നമ്മുടെ അതിക്രമങ്ങളൊക്കെ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ദേവാലയത്തിലിരുന്ന് ഈ 1 മണിക്കൂർ നേരം നമ്മൾ ഈ ധ്യാന പ്രസംഗം സംബന്ധിക്കുകയാണ്. വേദവചനത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യങ്ങളുമല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പരിശുദ്ധാത്മ നിറവിൽ ഇവിടെ നിന്ന് എനിക്കും പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവാണ് നമ്മിൽ വസിക്കുന്നത്, നമ്മെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് പതിച്ച്
ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനമാണുള്ളത്? ഇവിടെ പറയുന്ന എന്താ? യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, നീ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങൾ സകലവും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവിൻ. നിങ്ങൾക്ക് പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. അവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, എല്ലാം പുതുക്കപ്പെടും. അപ്പൊ അങ്ങനെ ഇത് എറിഞ്ഞു കളഞ്ഞ് പുതിയ ഹൃദയവും പുതിയ ആത്മാവും ഒക്കെ സമ്പാദിക്കുവാൻ തക്കവണ്ണം സാധിച്ച് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ജീവിതം വീണ്ടും നമ്മളിങ്ങനെ തുടരുമ്പോൾ, നാളെ നമ്മോട് വിദ്വേഷമുള്ള, അല്ലെ നമുക്ക് വിദ്വേഷമുള്ള ഒരുത്തനെ കാണുമ്പോൾ അവനോടൊന്ന് ചിരിച്ചു കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ബലിയർപ്പിക്കുവാൻ വരുമ്പോൾ നിങ്ങൾക്ക് വല്ലവരോടും വിദ്വേഷമുണ്ടെങ്കിൽ നല്ല പറയുന്നത്, അല്ലേ? നിങ്ങളോട് ആർക്കെങ്കിലും വിദ്വേഷമോ പിണക്കമോ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയി അവനോട് നിരപ്പായതിനു ശേഷം മാത്രം വന്ന് നീ ബലി അർപ്പിക്കാനാ പറയുക. അത്രമാത്രം ഈ സ്നേഹബന്ധങ്ങൾക്ക് ദൈവം തമ്പുരാൻ, ക്രിസ്തു തമ്പുരാൻ വില കൊടുത്തു എന്നാണ്. രണ്ട് സുഹൃത്തുക്കളുടെ കഥ പ്രകാരമുണ്ട്. രണ്ടുപേര് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ പരസ്പരമുള്ള കുറവുകളെയും അവരുടെ നല്ല വശങ്ങളെയും കുറിച്ചൊക്കെ അറിയാവുന്ന സുഹൃത്തുക്കൾ. എവിടെ പോയാലും അവർ ഒന്നിച്ചു പോകും, എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചായിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ. ഒരു ദിവസം അവരിങ്ങനെ ഇരുന്നപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇന്നൊരു സിനിമയ്ക്ക് പോകും. അപ്പൊ സന്തോഷമായി രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോകാനൊക്കെ ഒരുങ്ങുന്നു. അപ്പം ഒരു സുഹൃത്ത് മറ്റവനോട് പറഞ്ഞു, നീ വരുമ്പം നല്ല സോക്സ് ഒക്കെ ഇട്ട്, അവൻ ഷൂവും സോക്സും ഇട്ടേ നടക്കത്തുള്ളൂ. അപ്പൊ അവനോട് പറഞ്ഞു, നീ വരുമ്പോ പുതിയ സോക്സ് ഒക്കെ ഇട്ടുണ്ടോ, നമ്മൾ പോകുന്നത് ഒരു തിയേറ്ററിലാണ്, അതിങ്ങനെ അടച്ചു പൂട്ടിയൊക്കെ ഇരിക്കുക. അപ്പൊ നിനക്ക് പെട്ടെന്ന് വേർപ്പിന്റെ മണം വരും. നമുക്കറിയാം നമ്മുടെ ചില ആളുകളുടെ ശരീരപ്രകൃതി എങ്ങനെയാണ്, പെട്ടെന്ന് വേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. അപ്പൊ ഇവനും അങ്ങനെയാണ്, സോക്സ് ഇട്ട് കഴിഞ്ഞാൽ അവന് ഭയങ്കര മണമാണ്. അപ്പൊ അവനോട് പറഞ്ഞു, നീ വരുമ്പം പുതിയ സോക്സ് ഒക്കെ ഇട്ടുകൊണ്ട് വരണം, നല്ലപോലെ ഇത് മാറിയിട്ടൊക്കെ വരണം. എല്ലാം ഓക്കെ പറഞ്ഞു. ഇവർ വന്നു, രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോയി. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഈ കൂട്ടുകാരൻ ചോദിച്ചു, ചേട്ടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇത് മാറിയിട്ട് വേണം, ഇവിടെ മറ്റുള്ള ആളുകളൊക്കെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ ബുദ്ധിമുട്ടാകത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സുഹൃത്ത് പറയാം, ഇതാണ് നിന്നോട് പറഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ മാറിയ സോക്സ് പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്, ഇവൻ ചോദിച്ചാൽ കാണിക്കാൻ വേണ്ടി. ഇപ്പൊ മാറി എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് അവനത് പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്നു. ഇത് കണ്ടില്ലേ, നീ പറഞ്ഞിട്ട് ഞാൻ മാറി, അനുസരണക്കേടൊന്നും അവൻ കാണിച്ചില്ല, അല്ലെ? സുഹൃത്ത് പറഞ്ഞിട്ട് അനുസരിക്കാനൊന്നും ഇരുന്നില്ല, പക്ഷെ അവൻ മാറിയത് അവൻ പോക്കറ്റ് ഇട്ടുണ്ട്. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ അനുതാപം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കുമ്പിട്ട് ദൈവസന്നിധിയിൽ തന്നെ ഏറ്റു പറയും, എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ശത്രുവിനെ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മളിവിടെ പറഞ്ഞതെല്ലാം പിന്നെയും ചാടിക്കയറി നമ്മുടെ അകത്തിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിടത്ത് നിന്ന് അത് മാറ്റി അത് കളഞ്ഞിട്ട് വരികയാണെങ്കിൽ ആ മണം അവന്റെ കൂടിയില്ല. അതാണ് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങൾ സകലവും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ. അത് നമ്മുടെ അതിർത്തി പോലും ഇടരുതെന്നാ പറയുന്നത്, അല്ലേ? എറിഞ്ഞു കളയണം, ദൂരെ എറിഞ്ഞു കളയണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ അനുതാപത്തിനൊക്കെ ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഈ കൂട്ടുകാരുടെ കഥയൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, നമ്മൾ കളയേണ്ടതൊക്കെ കളയണം. ഇതിങ്ങനെ എടുത്ത് ഒരിടത്തു നിന്ന് എടുത്ത് മാറ്റി വെക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ പഴയ സാധനങ്ങളൊക്കെ നമ്മളിങ്ങ് മാറ്റും, അല്ലെ? ആക്രിക്കാർക്ക് കൊടുത്തു വിടും. പുതിയൊരു സാധനം വരുമ്പോൾ പഴയ നമ്മൾ മാറ്റും എന്ന് പറയുന്ന പോലെ നല്ലതിനെ മാത്രം നമ്മൾ സംരക്ഷിക്കുകയും മറ്റേത് കളയുവാനുള്ള ഒരു ആർജവത്വം നമ്മൾ കാണിക്കുകയും ചെയ്യണം. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇത് മാറ്റി വെച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. യെഹെസ്കേൽ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്ന പോലെ അതിക്രമങ്ങൾ, പാപാവസ്ഥ, ഇതുപോലെയൊക്കെ ഉള്ളത് നമ്മിൽ നിന്ന് എറിഞ്ഞു കളയുവാനും പുതിയ ഹൃദയവും പുതിയ ആത്മാവും സമ്പാദിക്കുവാനും നമുക്ക് ഇടയാകണം. വീണ്ടും പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 33 അധ്യായം 11 വാക്യം, ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലാകുന്നു എനിക്കിഷ്ടമുള്ളത്. തമ്പുരാൻ പറയുകയാണ്, നമ്മൾ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, അവന്റെ നാശമല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? അവന്റെ വഴി വിട്ട് പാപാവസ്ഥ വിട്ട് തിരിയണം. അങ്ങനെ തിരിയാത്ത ആളുകളെ തമ്പുരാൻ നശിപ്പിക്കും. നമുക്കറിയാം സോദോം ഗൊമോറയുടെ അനുഭവം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ലോത്തിന് വേണ്ടിയിട്ട് അബ്രഹാം വാദിക്കുന്നുണ്ട്, അല്ലേ? ഒരാളെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആ നഗരം നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചോദിച്ച് 50-ൽ നിന്ന് വന്ന്
അവിടെ ഒരുത്തൻ പോലും നീതിമാനായിട്ട് ജീവിക്കുന്നില്ലാത്തത് കൊണ്ട് ആ നഗരത്തെ നശിപ്പിച്ച് കളയുകയും ലോത്തിനോട് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോളാൻ പറഞ്ഞു. പക്ഷെ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ അയ്യോ പോയല്ലോ അല്ലേ? അബ്രഹാം പറഞ്ഞു, ഇത് രണ്ടാക്കാൻ, ഞാൻ ഇടത്തോട്ടെങ്കിൽ നീ വലത്തോട്ട് വെക്കൂ, ഞാൻ വലത്തോട്ടെങ്കിൽ നീ ഇടത്തോട്ട് വെക്കൂ. എല്ലാം വിട്ടുകൊടുത്തിട്ട് അബ്രഹാം ഇങ്ങനെ മാറി നിന്നപ്പം ഏറ്റവും നല്ല സ്ഥലം നോക്കി പോയി അവന്റെ അതിർത്തി കൊണ്ട് വെച്ചത് എവിടെയാണ്? സോദോം ഗോമോറയുടെ അതിരിങ്കൽ. ഈ പാപത്തിന്റെ ഏറ്റവും അറ്റത്ത് പോയി ഇങ്ങനെ നിൽക്കുക. അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോളാൻ പറഞ്ഞപ്പോഴും ലോത്തിന്റെ ഭാര്യയ്ക്ക് വളരെ പ്രയാസം അല്ലേ? അയ്യോ ഇതെല്ലാം പോയല്ലോ, തിരിഞ്ഞു നോക്കണമെന്ന് ചിന്തയുണ്ട്. നോക്കിയ എന്താകുമെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ എന്ത് പറ്റി? ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. ലോത്തോടി അടുത്ത മലയിൽ കയറി അല്ലേ? അപ്പൊ ഇങ്ങനെ ഓടിക്കോളാൻ പറഞ്ഞാൽ നമ്മൾ ഓടിക്കോണം. പാപാവസ്ഥ വിട്ടുതിരിയാൻ നമ്മളോട് പറയുമ്പം അതിൽ നിന്ന് വിട്ടുതിരിയുവാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നീതിമാനായിട്ട് ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യം അല്ലേ? ഇപ്പൊ നമ്മൾ കുറെ നാള് ഇങ്ങനെ ഇച്ചിരി മോശമായ ജീവിതമൊക്കെ നയിച്ച് പെട്ടെന്നൊരു ദിവസം നമ്മളൊരു നല്ലവനായി കഴിഞ്ഞാൽ ആളുകൾ പോലും പരിഹസിക്കും. അപ്പൊ ഈ പരിഹാസം കേൾക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇച്ചിരി മോശമായിട്ട് ജീവിക്കുകയാണ്, ഒരുത്തനും ഒന്നും പറയുകയല്ലോ എന്നോർത്ത് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് പോകും. തമ്പുരാൻ പറയുന്നത്, നിന്നെയും പരിഹാസവും ഒക്കെ കേട്ടാലും നീ എങ്ങനെ ജീവിക്കണമെന്നാ? നീതിമാനായിട്ട് വിശുദ്ധിയോടുകൂടി തന്നെ നീ ജീവിക്കണമെന്നാ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ സത്യാനുതാപത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടായ ഒത്തിരി ആളുകളെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ശീമാ നമസ്കാരം വ്യാഴം സന്ധ്യയിൽ നമ്മൾ ഇപ്രകാരം പാടുന്നുണ്ട്. കൃപതന്നറയിൽ ഞങ്ങളെ ഏറ്റണമേ, ചോരൻ പോൽ ചുങ്കക്കാരൻ പാപിനിയൻ ഇവർ പോൽ താപം കൈക്കൊള്ളണമേ. തള്ളിയ ശീമോൻ എന്നോണം പോക്കുക പാപം, കരുണാനിധിയാം കർത്താവേ പശ്ചാത്താപയുധം നിന്നെ പ്രാപിച്ചിടുമനുതാപികളിൽ പ്രിയമുള്ളോ നീ. നിനുവയർ വെമ്പി നിബിയാം യൗനാന്തൻ നാദത്താൽ ജാഗരണം നോമ്പനുതാപം പ്രാർത്ഥന ഇവയിൽ ശരണപ്പെട്ടോ. തിന്മയ വിട്ടോ നന്മയ്ക്കായി തൂകിയ കണ്ണീർ യൗനാൻ നിബിചൊന്ന വിധിത്തീർ എല്ലാം മായിച്ചു ധന്യൻ പശ്ചാത്താപം അവർക്കേകിയ കരുണാസിന്ധു. പിതാക്കന്മാർ എത്ര മനോഹരമായിട്ടാണ് ആ ഗാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ? എൻ്റെ അകത്ത് എത്ര പേരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? എന്താ? ചുങ്കക്കാരൻ, പാപിനി, അതുപോലെ തന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ശീമോനെ പറ്റി പറയുന്നുണ്ട്. ഇവരൊക്കെ അനുദപിച്ച ആളുകൾ അല്ലേ? ചുങ്കക്കാരൻ ചുങ്കം പിരിച്ച് ദേവാലയത്തിൽ വന്ന് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പാപിനിയും അവളുടെ പാപാവസ്ഥയിൽ നിന്ന് തിരികെ വന്നു. ശീമോനും ഞാൻ കർത്താവിനെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞുവെങ്കിലും അവന്റെ സാഹചര്യം കൊണ്ട് തമ്പുരാനെ തള്ളിപ്പറഞ്ഞു. എങ്കിലും ഒരു കല്ലേറ് ദൂരം അവൻ കർത്താവിനെ പിൻപറ്റിയെന്ന വചനത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ തമ്പുരാനുമായിട്ടുള്ള ഈ അകലം കൂടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. പിന്നെ നിനുവാക്കാരുടെ കാര്യം പറയുന്നുണ്ട്. യോനാ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവർ രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് അനുദപിച്ചു. അവിടെയും അവരുടെ മേൽ തമ്പുരാൻ വരുത്തുമെന്ന് പറഞ്ഞ ശിക്ഷ വരുത്തിയില്ല. അപ്പൊ അനുദപിച്ചാൽ തമ്പുരാനും അനുദപിക്കും അല്ലേ? തമ്പുരാൻ പറയുന്നത്, നിന്റെ മേൽ ഞാനൊരു ശിക്ഷ വരുത്തുമെന്ന് പറഞ്ഞാലും പറയുന്ന വാക്കപ്രകാരം തന്നെ പ്രവർത്തിക്കണമെന്നൊരു നിർബന്ധവും ദൈവത്തിനില്ല. നമ്മൾ അനുദപിക്കുന്ന പക്ഷം ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ മാറ്റുവാൻ തമ്പുരാന് മനസ്സുണ്ട്. നമ്മളൊക്കെ അല്ലേ ഈ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞതാ, തമ്പുരാൻ പറഞ്ഞാലും പറഞ്ഞതാ. എന്താ ഈ പറയുന്ന പോലെ നമ്മൾ തിരിയുന്നില്ല എങ്കിൽ, നമുക്കൊരു മനസ്താപം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് നമ്മൾ അനുഭവിക്കണം എന്നുള്ളത് അത് തമ്പുരാനും അപ്രകാരം തന്നെയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നിത്യജീവനെ കാംക്ഷിക്കുക അല്ലെ? സ്വർഗരാജ്യം. ഇതൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആണോ? നമ്മളിവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. അങ്ങനെ ആകണമെന്നാണ് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? മത്തായി ശ്രീയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ.
ഒറ്റ കാര്യമേ ഉള്ളൂ. തമ്പുരാൻ പറ, നീ മാനസാന്തരപ്പെട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത കുറെ സമ്പാദിക്കണം, അല്ലേ, അടിച്ചു പൊളിച്ച് ജീവിക്കണം, മറ്റുള്ളവന്റെ മുമ്പിൽ നമ്മളിങ്ങനെ ഹൈ പൊസിഷനിൽ നിൽക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ പലപ്പോഴത്തെയും ചിന്ത. പക്ഷെ തമ്പുരാൻ പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെട്, യു ഷുഡ് റിപ്പന്റ്, നീ മാനസാന്തരപ്പെടണം. ഇതാണ് തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കർത്താവ് വയ്ക്കുന്ന വലിയൊരു ക്രൈറ്റീരിയ ഇതാണ്, നമ്മുടെ ദുഷ്ടമാർഗങ്ങളെ വിടണം, നീ അനുദപിക്കണം. ഇപ്പൊ അനുദപിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ എന്താണെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ദൈവം തമ്പുരാൻ മറുപടി നൽകും. നമ്മൾ അനുതാപ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയിലൂടെ എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അല്ലേ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം ഒരനുതാപ ഹൃദയത്തോടുകൂടി എന്നെ വിളിക്കുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അത് കേൾക്കും, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. നമ്മുടെ കൂട്ടായ പ്രാർത്ഥനകളൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ കാര്യം ഇതാണ്. ചുങ്കക്കാരനും പാപിനിയായ സ്ത്രീയും ഒക്കെ ദേവാലയത്തിൽ വന്നു നിന്ന് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനോടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലേ. പിന്നീട് രണ്ടാമത് പറയുന്ന ആ വാഗ്ദാനം എന്ന് പറയുന്നത് പാപത്തിന് ക്ഷമ നൽകുമെന്നാണ്. നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് തമ്പുരാൻ ക്ഷമ നൽകും, സത്യമായ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 7-ാം വാക്യം, ദുഷ്ടൻ തന്റെ വഴിയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവിടുന്ന് അവനോട് കരുണ കാണിക്കും, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. നമ്മൾ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ മാനസാന്തരം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ പാപത്തിൽ നിന്ന് ഒഴിയണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ പാപങ്ങൾ തമ്പുരാൻ ക്ഷമിക്കും എന്ന് പറയുന്നത്. മുടിയനായ പുത്രന്റെ ഉപമ നമുക്കറിയാം. അവിടെ ആ മനുഷ്യൻ അപ്പന്റെ സന്നിധിയിൽ നിന്നെല്ലാം വാങ്ങിക്കൊണ്ട് പോയി അവൻ തിരികെ വരുമ്പം അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഓടി വന്നവനെ കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കിയ ഒരു ബോധ്യം നമുക്കുണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമേ അപ്രകാരം സാധിക്കുള്ളൂ. പിന്നീട് മൂന്നാമത് പറയുന്നത് നമുക്ക് ജീവൻ നൽകും. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമുക്ക് ജീവൻ ലഭിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം, എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളും വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പറയുന്ന സത്യമായ അനുതാപം നമുക്കുണ്ടാകണം. സഖായിയുടെ കഥ നമുക്കറിയാം. ആ മനുഷ്യൻ ചുങ്കം പിരിച്ച് മറ്റുള്ളവരിൽ നിന്നൊക്കെ പിടിച്ചു പറിച്ച് ജീവിച്ചൊരു മനുഷ്യൻ. പക്ഷെ ദൈവത്തെ, ക്രിസ്തുവിനെ കാണുവാനുള്ള ആഗ്രഹം അവനുണ്ടാകുമ്പം അവൻ സത്യമായി അനുതപിക്കുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ തമ്പുരാൻ പിന്നീടുള്ള സ്ഥാനം എന്താണെന്ന് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. നാലാമതായിട്ട് പറയുന്നത് പരിശുദ്ധാത്മദാനം. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യം, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ നിങ്ങളുടെ പാപ സ്വഭാവങ്ങളെ വിട്ടുമാറി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും പരിശുദ്ധാത്മാവെന്ന ദാനം നൽകുകയും ചെയ്യും. അതാണ് പരിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചതാണ് അല്ലേ. പരിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മ നിറവിലായി തീർന്ന ആളുകളാണ് നമ്മൾ. ആ പരിശുദ്ധാത്മാവിന്റെ ആ ഫലം ആണോ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത്? പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെ, ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. 9 ഫലങ്ങൾ. അതാണോ നമ്മിൽ നിന്ന് പുറപ്പെടുന്നതെന്ന് നമ്മളൊക്കെ ഒന്ന് ധ്യാനിക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെ ജഡത്തിന്റെ അഭിലാഷങ്ങൾ നിർവഹിക്കുവാനായിട്ട് സാധിക്കും? ആത്മാവിനെ പുതുക്കുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ജഡാഭിലാഷത്തിലേക്ക് നമ്മൾ ഒത്തിരി പോകുന്നതിൻ്റെ കാര്യം. പിന്നീട് വേദപുസ്തകം നമ്മോട് സാക്ഷിക്കുന്നത് അനുതാപത്തിന്റെ വേദപുസ്തക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില മനുഷ്യർ അവർ അനുതപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി
അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു മടങ്ങിവരവിനെ പറ്റി നമുക്ക് 2-3 ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ഒന്ന് ചിന്തിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം. അവിടെ നമ്മൾ ഒരു രാജാവിനെ കാണുന്നുണ്ട്. എന്താ? ആഹാബ് രാജാവ്. ആഹാബ് രാജാവിനെ പറ്റി ആ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, നാബോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവന് ഈ ആഹാബ് രാജാവിന്റെ അരമനയുടെ അടുത്ത് ഒരു ചെറിയ മുന്തിരിത്തോട്ടമുണ്ട്. അപ്പൊ രാജാവ് ഇങ്ങനെ രാവിലെ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കിയപ്പം അവൻ ആ നോട്ടത്തിൽ അവൻ അതൊന്നു ഒരു പച്ചക്കറിത്തോട്ടം, ഒരു ചീരത്തോട്ടം ആക്കി മാറ്റാനുള്ള ഒരു ഐഡിയ ഒക്കെ മനസ്സിലേക്ക്, നമ്മളിങ്ങനെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആഹാബിന്റെ മനസ്സിലുണ്ടായ ഐഡിയ അന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താ, ഈ മുന്തിരിത്തോട്ടം ഒന്ന് ചീരത്തോട്ടമാക്കി മാറ്റണം. അപ്പൊ രാജാവ് എന്നിട്ട് നാബോത്തിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ആ സ്ഥലം നീ എനിക്ക് തരിക, നിനക്ക് വേണമെങ്കിൽ അതിന്റെ വില തരാം, അല്ലെങ്കിൽ വേറെ പകരം സ്ഥലം തരാമെന്ന് പറയും. രാജാവിന് അങ്ങനെ പോയി അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ രാജാവ് ചോദിച്ചു. പക്ഷെ നാബോത്ത് പറയുന്ന ഒരു മറുപടി എന്താ, എൻ്റെ പിതാക്കന്മാർ എനിക്ക് നൽകിയത് നിനക്ക് തരുവാൻ ഇടയാകരുതേ. പക്ഷെ ഇത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര പ്രയാസം. രാജാവ് പോയി വ്യസനിച്ച് അവന്റെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പം അവന്റെ ഭാര്യയുടെ പേരെന്താ? ഇസബേൽ. ഇസബേൽ വന്നിട്ട് ചോദിക്കുക, എന്താ രാജാവേ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നല്ലേ? നമ്മളാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒരു പ്രയാസം പെട്ടെന്ന് ഉണ്ടാകുമ്പം, ഒരാൾ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ മറ്റേയാൾക്ക് മനസ്സിലാകുകയല്ലേ? മനസ്സിലാകും. സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവും. മുഖം വാടിയിരിക്കുന്ന കണ്ടപ്പം ഇസബേൽ ചോദിച്ചു, നിനക്ക് എന്താ പറ്റി? ഇങ്ങനെയല്ലല്ലോ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അല്ലേ? അത് വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കും ഇറങ്ങിപ്പോയി, തിരിച്ചു വന്ന് വ്യസനിച്ചിരിക്കുക. അപ്പൊ ചോദിച്ചപ്പം രാജാവ് നടന്ന സംഭവമൊക്കെ പറഞ്ഞു. നാബോത്തിനോട് ചോദിച്ചു, അവൻ ഇങ്ങനെ എന്നോട് മറുപടി പറഞ്ഞു. അപ്പൊ ഇസബേൽ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, അതിന് പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇസബേൽ ഉണ്ടാക്കുന്ന പരിഹാരം ന്യായമായ വഴിയിലൂടെ അല്ല. അവൾ ഇങ്ങനെ കുറുക്കുബുദ്ധിയൊക്കെ ആലോചിച്ചു അല്ലെ, കുറെ നേരം ഇരുന്ന് ആലോചിച്ചു എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇവനെ രാജസന്നിധി കൊണ്ടുവരണം, ഇവനെതിരെ കള്ളസാക്ഷ്യം പറയുമ്പോൾ രാജാവിനും ദൈവത്തിനുമെതിരെ സംസാരിച്ചു എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെയൊക്കെ സെറ്റാക്കി, കള്ളസാക്ഷ്യം പറയാനുള്ള ആൾക്കാരെയൊക്കെ സെറ്റാക്കി അവിടെ കൊണ്ടുവന്നു. നാബോത്തിനെ ശിക്ഷ വിധിച്ചു. എന്താ? അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഈ വാർത്ത കൊട്ടാരത്തിൽ കെട്ടിയപ്പം ഇസബേൽ എന്ന് വളരെ ഏതാണ്ട് വലിയ കാര്യം ചെയ്ത പോലെ ചെന്നിട്ട് രാജാവിനോട് പറയുക, നീ പോയി ഇനിയും ആ സ്ഥലം സ്വന്തമാക്കിക്കൊള്ളുക, ഇനി ഒരുത്തനും നിന്റെ അടുത്ത് വന്ന് ചോദിക്കില്ല, നാബോത്ത് മരിച്ചുപോയി. രാജാവ് വളരെ സന്തോഷമൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുമ്പം ഈ ആഹാബ് രാജാവിനെ തിരുത്തുവാനായിട്ട് ദൈവം ഒരാളെ ആക്കുന്നുണ്ട്. ആരെയാ? തിശ്ബിയനായ ഏലിയാവിനെ. ഏലിയാവ് ചെന്നിട്ട് അവൻ ചെയ്ത കുറ്റം അവനെ ചൂണ്ടിക്കാണിക്കുമ്പം രാജാവ് അനുതപിക്കുക അല്ലേ? നീയാണ് ചെയ്തത്, നീ തെറ്റ് ചെയ്തു എന്ന് ഏലിയാവ് അവനോട് ചൂണ്ടിക്കാണിക്കുമ്പം രാജാവ് രട്ടുടുത്ത് വെണ്ണീറിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവം തമ്പുരാൻ നൽകുന്ന ഒരു മറുപടി ഉണ്ട്. അവൻ അനുതപിച്ചുകൊണ്ട് അവനോട് ഞാൻ ക്ഷമിക്കും, പക്ഷേ 7 തലമുറ അല്ലേ? വേദപുസ്തകത്തിൽ അങ്ങനെയാ പറയുന്നത്. ഇവൻ ചെയ്ത തെറ്റിന് 7 തലമുറ അനുഭവിക്കും. അവനോട് ക്ഷമിച്ചു. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മക്കളെക്കുറിച്ചും കൂടി നമുക്കൊരു ഓർമ്മ വേണം, വരുന്ന തലമുറയെക്കുറിച്ചും കൂടി നമുക്കൊരു ഓർമ്മ വേണം. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കാമെന്നല്ല, നമ്മൾ ജീവിക്കുമ്പോൾ ഈ പറയുന്ന മുന്നോട്ടുള്ള തലമുറയെ കൂടി നമ്മൾ ചിന്തിക്കണം. ഇവിടെ ആഹാബ് ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നത് വരും തലമുറ. അവൻ അനുതപിച്ചു അല്ലേ? താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് സത്യമാനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് സമീപിച്ചപ്പോൾ അവനോട് തമ്പുരാൻ ക്ഷമിച്ചു. പക്ഷെ തമ്പുരാൻ പറയുന്നത്, നീ ചെയ്ത തെറ്റ് അത് തെറ്റാണല്ലേ? ഒരു മനുഷ്യന്റെ കൊലയ്ക്ക് കാരണമായി ഈ പറയുന്ന ദിവ്യാഗ്രഹം, അവൻ ഇത്രയും ഉണ്ട്, ഒരു രാജ്യം മുഴുവൻ അവന്റെ സ്വന്തമാണ്. ഒരു പാവപ്പെട്ടവന്റെ ശകലം സ്ഥലം സ്വന്തമാക്കാനായിട്ട് ഇസബേൽ ചെയ്ത കുറുക്കുബുദ്ധിയാണ്. പക്ഷെ ഇസബേലിന് സംഭവിക്കുന്നത് എന്താ? അവൾ അവളുടെ കൊട്ടാരത്തിൽ നിന്ന് വീണ് നായ്ക്കൾ അവളുടെ ശരീരം കടിച്ചു നിന്നു അല്ലേ? നാബോത്തിന്റെ രക്തം നക്കിയ അതേ നായ്ക്കൾ ആ സ്ഥലത്ത് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കുമെന്ന് ഏലിയാവ് അവളോട് പറയുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട്. നമ്മളെ കാണുന്ന ദൈവം അല്ലേ? ഇപ്പൊ ഇവിടെ എൻ്റെ മുമ്പിൽ ക്യാമറ ഇരിപ്പുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ
ലൈവായിട്ട് ആളുകൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ അതിൻ്റെയും മുകളിൽ ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട് എന്നുള്ളത് നമ്മളാരും മറന്നു പോകരുത്. നമ്മളൊക്കെ എത്ര രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളും തമ്പുരാന്റെ കണ്ണിൽ അത് പെടുന്നുണ്ട്. നമ്മയൊക്കെ തമ്പുരാൻ ന്യായം വിധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഏലിയാവിനെ ദൈവം ആഹാബിനെ തിരുത്തുവാനായിട്ട് അവിടെ നിയമിക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ ഓരോ ആളുകൾ നമ്മെ തിരുത്തുവാനും കാണും. നീ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുക. നീ പോടാ എന്ന് പറയാതെ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്കിടയാണ്. അത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ എന്ന് ഒന്നുകൂടി ചിന്തിക്കുവാൻ അതിന് നമുക്കൊരു എളിമയും വിനയവും ഒക്കെ വേണം. അല്ല അഹങ്കാര മനസ്സാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളെങ്കിൽ ആര് പറഞ്ഞാലും നമ്മളാരും കേൾക്കത്തില്ല. അപ്പൊ അഹങ്കാര മനസ്സിനെ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ തമ്പുരാനെ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആരോടും തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കൊക്കെ സാധിക്കുമ്പം ഈ പറയുന്ന പോലെ ദൈവം നമ്മോട് ക്ഷമിക്കും. പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ അഹാബിന്റെ ചിന്ത ഉണ്ടാകണം. കാരണം നമ്മൾ ചെയ്യുന്ന നമ്മളോട് ക്ഷമിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. വരുന്ന തലമുറയെ പറ്റി കൂടി ഒരു ചിന്ത നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് മുടിയനായ പുത്രൻ, അല്ലെ? ആ കഥയില് ഒരു സ്നേഹവാനായ പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു, അല്ലെ? അവര് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബം. വളരെ സമ്പത്തുണ്ട്, ഒത്തിരി വേലക്കാരും ഭൃത്യന്മാരും ഒക്കെ ഉണ്ട്. ഈ മക്കൾക്ക് ഒരു കുറവുമില്ല. പക്ഷെ ഒരു ദിവസം ഒരു മകന് തോന്നി, അപ്പന്റെ സന്നിധിയിൽ അപ്പന്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ, ഇച്ചിരി ജീവിതം ഒന്ന് എൻജോയ് ചെയ്യാൻ, അല്ലെ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ മകൻ അപ്പന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ളതൊക്കെ തന്നേക്കാൻ പറഞ്ഞു, അല്ലെ? വീതം വാങ്ങിച്ചു. അവൻ കിട്ടിയതൊക്കെ ആയിട്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ പോയി എല്ലാം അടിച്ചു പൊളിച്ചു. അന്നേരം അവന് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഈ പൈസ അവന്റെ കയ്യിലുള്ളപ്പോൾ അവന് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ കൂടി അടിച്ചു പൊളിച്ച് തീർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇവന്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ഒരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഇല്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് അവൻ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം വരെ കഴിക്കേണ്ടതായ ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ വന്നപ്പം വചനം ഓർമ്മിപ്പിക്കും, അവന് സുബോധം വന്നിട്ട്, അല്ലേ? അവന് സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അപ്പൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ളതൊക്കെ തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ അവന് സുബോധം വന്നിട്ട് അവൻ ചിന്തിച്ചു, എന്താ എൻ്റെ അപ്പന്റെ സന്നിധിയിൽ, അല്ലെ അപ്പന്റെ കൂടെ വീട്ടിൽ എത്ര സന്തോഷകരമായിട്ട് ജീവിച്ചതാണ്, എൻ്റെ അപ്പന്റെ കൂടെ ഞാൻ എത്ര സന്തോഷകരമായി ജീവിച്ചത്. പക്ഷെ ഇന്ന് എൻ്റെ അവസ്ഥ എന്താ, അല്ലെ? വീട്ടില് ബാർബിക്യും കുഴിമന്തിയും കഴിച്ച് ഇന്നിപ്പം പന്നിക്ക് കൊടുക്കുന്ന ആ ഭക്ഷണം കഴിക്കണം, ഇന്നത്തെ കാലത്ത് പറഞ്ഞ. അപ്പൊ അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത അനുഭവം വന്നപ്പോഴാണ് അവന് സുബോധമുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ തെറ്റൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ ഒരു സമയത്ത് ദൈവം നമ്മെ പിടിക്കും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന സമയത്ത് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും ഇപ്പോഴെന്താണെന്നും ചിന്തിക്കുവാൻ ഈ സുബോധം നമുക്കുണ്ടാകണം. സുബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അന്നേരം അത് ശരിയാണെന്ന് തോന്നും. പക്ഷെ നമ്മൾ പിന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ വലിയ തെറ്റായിട്ട് നമുക്ക് മനസ്സിലായി. ഈ മകൻ തിരികെ വരികയാണ്, അല്ലെ? അപ്പന്റെ സന്നിധിയിലേക്ക് തിരികെ വരികയാണ്. അവൻ എന്ത് മനസ്സിൽ പറഞ്ഞോണ്ടാ വരുന്നേ? അപ്പാ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അപ്പൻ്റെ അടുത്ത് വന്ന് ഇതുവെല്ലാം പറഞ്ഞോ? എങ്ങനെയാ വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്? അപ്പൻ്റെ അടുത്ത് വന്ന്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, എന്നെ സ്വീകരിക്കണമെന്ന് അപ്പൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല. അങ്ങനെ പറയുമെന്ന് പറഞ്ഞോണ്ട് അവൻ വരുന്നത്, അല്ലേ? അവൻ വന്നു, ദൂരെ നിന്ന് അപ്പൻ കണ്ടു, അല്ലേ? ഇപ്പൊ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ വാതിക്കൽ നിന്ന് കണ്ടപ്പോഴേ അപ്പൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അതിന് മുമ്പ് പറയുന്ന ഭാഗത്ത് പറയുന്നവരെ നഷ്ടപ്പെട്ട ആടിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, പഴയ കാലത്ത് ഇടയൻ ആടുകളെ നയിച്ചുകൊണ്ട് പോകുന്ന പുറകെയല്ല, മുന്നേ ഇടയൻ നടക്കും, ആടുകൾ പിന്നാലെ പോകും. ഈ ഇടയന്റെ ശബ്ദം കേട്ട് ആടുകൾ പിന്നാലെ പോകുന്നു. പക്ഷെ നഷ്ടപ്പെട്ടു പോയ ഒരാട് എങ്ങനെയാ നഷ്ടപ്പെട്ടു പോയി? അവൻ പോയ വഴിക്ക് അവന്റെ കണ്ണ് മറ്റു ചിലതിൽ ഉടക്കി, അല്ലേ? കൂട്ടിലേക്ക് അവൻ തിരിച്ചു പോകുമ്പം പോയ വഴിയിൽ അവന്റെ കണ്ണിൽ എന്തോ ഉടക്കി. അത് കണ്ട് ആ വഴിയിലേക്ക് പോയപ്പോഴാണ് ഇടയനുമായിട്ടുള്ള ബന്ധം ഈ ആടിന് നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നീടാണ് അവന്റെ വഴി അറിയാൻ മേലാതെ അവൻ ഉഴന്ന് മുള്ളിനിടയിലൊക്കെ പെടുന്നത്. പക്ഷെ എങ്കിലും ആ ഇടയൻ തിരികെ വന്ന് അതിനെ കണ്ടെത്തുന്നുണ്ട്. അതാണ് ഈ അപ്പന്റെയും മകന്റെയും ഉപമ എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അകലം
ഓരോ ദിവസവും കുറച്ചുകൊണ്ട് വരണം. നമ്മളിങ്ങനെ ഓരോ ദിവസവും ആ ബന്ധത്തിന് അകലം കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ ഈ അകലം കുറച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു സുബോധം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം. അവനെ അനുതാപത്തിലേക്ക് നയിച്ചത് അവന്റെ സുബോധം അവന് തിരികെ കിട്ടിയപ്പോഴാണ്. നമുക്കൊക്കെ അനുദപിക്കുവാനുള്ള മനസ്സ് ഇതുവരെയും ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതകാലത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക. ഇത്രയും കാലഘട്ടം ദൈവമേ ഞാൻ നിന്റെ സന്നിധി ജീവിച്ചപ്പോൾ എവിടെയാണ് എനിക്ക് ഈ സുബോധം നഷ്ടപ്പെട്ടു പോയത്? എൻ്റെ നല്ല ബോധ്യങ്ങൾ, നല്ല ബോധങ്ങൾ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ടും ആ സുബോധം വീണ്ടെടുത്ത് അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു എന്ന് സത്യമായ അനുതാപത്തോടു കൂടി പറയുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ടല്ലേ. ആ പിതാവ് നമ്മുടെയൊക്കെ മടങ്ങി വരവിനായിട്ട് കാത്തിരിക്കുക. ഒരിക്കലും നമ്മെ ആരെയും കൈവിട്ട് കളയുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഒരു മടങ്ങി വരവിന്, നമ്മുടെ ഒരു നല്ല ജീവിതം കണ്ട് സന്തോഷിക്കുവാനായിട്ട് പിതാവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ബോധ്യം നമ്മളെ നയിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ആ ദൈവാശ്രയബോധത്തോടുകൂടി ചെയ്യുവാനും നമുക്ക് ഇടയാകണം എന്ന് ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് സക്കായിയാണ്. സക്കായി ലൂക്കോസ് 19 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സക്കായി എന്ന് പറയുന്നത് ചുങ്കം പിരിവുകാരനായിരുന്നു. അവനൊരു കുറവുണ്ടായിരുന്നു. എന്താ? പൊക്കം ഇല്ലായിരുന്നു. പൊക്കം കുറവുള്ള മനുഷ്യനായിരുന്നു. എങ്കിലും അവന്റെ പ്രവൃത്തികളൊക്കെ 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളുടെ ആയിരുന്നു. അപ്പൊ അവനിങ്ങനെ ജീവിച്ചിങ്ങനെ ആസ്വദിച്ച് ജീവിക്കും. ഒരു സമയത്ത് അവന് ചിന്തിച്ചു, തമ്പുരാൻ ഇങ്ങനെ എല്ലായിടത്തും പ്രസംഗിച്ചൊക്കെ നടക്കുമ്പോൾ ഇതാരാണെന്ന് അറിയുവാൻ, യേശുവിനെ ഒന്ന് കാണണമെന്ന് സക്കായിക്കൊരു ആഗ്രഹം. ഇപ്പൊ ജനക്കൂട്ടം, തമ്പുരാൻ എവിടെ വന്നാലും അവിടെ ഭയങ്കര ആളുകൾ. നമുക്കറിയാം ഈ ഒരു സെലിബ്രിറ്റി ഇപ്പൊ ഈ ഇടയ്ക്ക് വിജയ് വന്നപ്പോൾ ഒത്തിരി പേര് ചെന്നു. രാഷ്ട്രീയപരമായ ചിന്തകൾ കൊണ്ട് ചെന്ന ആളുകളുണ്ട്, അല്ല വിജയ് ഒന്ന് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് ചെന്ന ആൾ. ആരൊക്കെ ചെന്നാലും 10-40 പേരുടെ ജീവൻ പോയി. പക്ഷെ തമ്പുരാൻ ചെന്നിടത്തൊന്നും അങ്ങനെ പോയി ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുമില്ല. അപ്പൊ സെലിബ്രിറ്റിയെ കാണാൻ പോകുന്നത് പോലെ ഈ ക്രിസ്തു തമ്പുരാൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ ആളുകൾ ഒത്തിരി പേരുണ്ട്. ഈ പറയുന്ന 2-3 കാറ്റഗറി ഉണ്ട്. എന്തെങ്കിലുമൊക്കെ തമ്പുരാനിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുമെന്നും ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണുവാനും അല്ലെ ഇവൻ ആരാന്ന് അറിയുവാനും ഒക്കെ ആയിട്ട് വന്ന ഒത്തിരി കാറ്റഗറി ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ സക്കായിക്ക് ആഗ്രഹം എന്താ? ക്രിസ്തുവിനെ ഒന്ന് കാണണം. പക്ഷേ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഈ പൊക്കം കുറഞ്ഞവൻ എവിടെ നിന്നാൽ കർത്താവിനെ കാണുവാൻ സാധിക്കുമല്ലേ? അവന്റെ ആഗ്രഹം അത്രയ്ക്കാണ് അല്ലെ, എനിക്ക് എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ കാണാം. അവൻ ഓടിപ്പോയി ഒരു കാട്ടത്തിയിൽ കയറിയിരുന്നു. ഇവൻ കയറിയിരുന്ന് കാട്ടത്തിയിലിരുന്ന് കർത്താവിനെ വിളിച്ചൊന്നുമില്ല അല്ലേ? അങ്ങനെ പറയുന്നുണ്ടോ? ശൂശു എന്ന് വിളിച്ചൊന്നുമില്ലല്ലോ. തമ്പുരാൻ ഇങ്ങനെ വരുമ്പം, ആത്തിയുടെ ചുവട്ടിൽ വരുമ്പോൾ നോക്കിയിട്ട് വിളിക്കുക, സക്കായി നീ വേഗം ഇറങ്ങി വാ, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഈ വേദഭാഗം നമ്മൾ നമ്മുടെ ഒരു കൂദാശയിൽ വായിക്കുന്നുണ്ട്. എവിടെയാ? നമ്മുടെ ഭവന കൂദാശയിൽ അല്ലേ? ഭവന കൂദാശയിലെ ഏവെങ്കിലും ഭാഗമാണിത്. അവിടെ സക്കായിയോട് പറയാ, സക്കായി നീ വേഗം ഇറങ്ങി വാ, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കാം. അവന്റെ സത്യമായ അനുതാപം, അവന്റെ ഹൃദയത്തെ തമ്പുരാൻ കണ്ടതുകൊണ്ടാണ് തമ്പുരാൻ അങ്ങനെ പറയുന്നത്. അല്ലാതെ തമ്പുരാനെ അവൻ വിളിച്ചൊന്നുമില്ല. ഞാൻ ഇവിടെ മരത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്നൊന്നും വിളിച്ചു പറഞ്ഞൊന്നുമില്ല, ഒച്ചയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയത്തെ അറിയുന്നവൻ. അതുകൊണ്ട് ഭവന കൂദാശ പിതാക്കന്മാർ അത് ക്രമീകരിച്ചിരിക്കുന്നതിന്റെ ഒരർത്ഥം, ഈ പറയുന്ന കൂദാശ ചെയ്യപ്പെടുന്ന ഭവനത്തിൽ വസിക്കുന്ന നമ്മളൊക്കെയും ഈ അനുതാപവും ശുദ്ധീകരണവും ഉള്ളവരായി തീരണം എന്നുള്ള ഒരർത്ഥത്തിലായിരിക്കാം പിതാക്കന്മാരത് ക്രമീകരിച്ചിരിക്കുന്നത്. സഖായി ഇറങ്ങി വന്നിട്ട് പറയുന്നത് എന്താ? ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ 1-ന് 4 വീതം ഞാൻ മടക്കി കൊടുത്തോളാം അല്ലേ? അവന്റെ അനുതാപം. അവൻ തെറ്റ് ചെയ്തെന്നുള്ള ബോധ്യമുണ്ട്. മറ്റുള്ളവരിൽ നിന്നൊക്കെ പിടിച്ചു പറിച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാൻ ന്യായമല്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് തിരികെ കൊടുത്തുകൊള്ളാം. അപ്പൊ ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നവൻ അനുതാപ ഹൃദയമുള്ളവനായിരിക്കണം. ആ അനുതാപ ഹൃദയമുണ്ടെങ്കിൽ തമ്പുരാൻ നമ്മെ വിളിച്ച് അവനോട് ചേർത്ത് നിർത്തും എന്നതിലും യാതൊരു സംശയവുമില്ല. ഈ 3 വ്യക്തികളുടെ ജീവിതത്തിലും നമുക്ക് കാണുന്നത് സത്യമായ അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം നമ്മെ സ്വീകരിക്കുന്ന ഒരു പിതാവാണ് സ്വർഗത്തിൽ നമുക്കുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ ഇപ്രകാരം പാടുന്നുണ്ട്, അനുതാപത്തിന് അങ്ങിടമില്ലെന്നോർത്താൽ അത് കേൾക്കുമ്പോൾ എനിക്ക് ഖേദമുണ്ടായി എന്ന് നമ്മൾ പാടുന്നുണ്ട് അല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞ് അനുദപിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ അതിന് അവസരമില്ല. അവിടെ അതിന് അവസരമില്ല എന്ന് നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ധനവാന്റെയും ലാസറിന്റെയും കഥ നമുക്കറിയാം.
അല്ലേ? വേദപുസ്തകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് ധനവാനും ലാസറും. ധനവാനായ മനുഷ്യൻ അവൻ സുഖലോലുപതയിൽ ഇങ്ങനെ ജീവിക്കുമ്പം രോഗവും പ്രയാസവും വ്രണങ്ങളുമായിട്ട് ഒരു മനുഷ്യൻ അവന്റെ കാൽ കീഴിൽ കിടക്കുന്ന ആ മനുഷ്യനെ ഈ ധനവാന് കാണുവാനായിട്ട് സാധിച്ചില്ല. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ധനവാൻ അഗ്നിനരകത്തിലേക്കും ലാസർ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും വഴിയിൽ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്കും പോയി. അവിടെ കിടന്നുകൊണ്ട് ധനവാൻ പറയുകയാണ്, അല്ലെ, ലാസറിനോട് ഒരിറ്റ് വെള്ളത്തിനായിട്ട് ദാഹിക്കുക. അവിടെ പറയുന്ന എന്താ? നീ ജീവിച്ചിരുന്നപ്പോ നിനക്ക് ഈ ലാസറിനെ കാണുവാനായിട്ട് സാധിച്ചില്ല, അല്ലേ? അവന്റെ പടിവാതിക്കൽ കിടന്ന ആ മനുഷ്യനെ കാണുവാനായിട്ട് ഈ ധനവാന് സാധിച്ചില്ല. അപ്പൊ അവിടെ വെച്ച് അവൻ അനുദപിക്കുകയാണ്. അവൻ പറയുന്നത്, എനിക്ക് ഒരു അവസരം കൂടി തരണം. എന്തിനാ? ഭൂമിയിൽ പോയിട്ട് എൻ്റെ സഹോദരന്മാരൊക്കെ അവിടെ ഉണ്ട്, അവരോട് പോയിട്ട് എനിക്ക് പറയണം, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ പറ്റത്തില്ല. കാരണം അവിടെ തീയാണ്, പുഴുവാണ്, അല്ലേ? വലിയ പാടാ, ബുദ്ധിമുട്ടാണ്. ഇവിടെ ജീവിച്ച പോലെ അവിടെ പറ്റത്തില്ല എന്ന് എനിക്ക് പോയി പറയണമെന്ന് പറയുമ്പം അവനോട് പറയുന്ന മറുപടി എന്താ, അല്ലേ? ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, ഭൂമിയിൽ വെച്ച് പറഞ്ഞപ്പോൾ കേൾക്കണമായിരുന്നു, ഇപ്പം ഇതുമെല്ലാം പറഞ്ഞിട്ട് കാര്യമാണ്. അങ്ങനെ ഒരു അവസരം ഇല്ല. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നമുക്കിത് അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടും അതിനനുസരിച്ച് ജീവിക്കാനായിട്ടും നമുക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു കുറവാണ്. മറ്റൊരു ധനവാനെ പറ്റിയും നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ടല്ലേ? അവനിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒരു വർഷം അവന് വിളവൊക്കെ ഒത്തിരി അങ്ങ് കിട്ടി, അല്ലേ? എത്ര സന്തോഷം. നമുക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ ഒരു കുറച്ച്, ഇപ്പം ഞങ്ങളുടെയൊക്കെ അവിടോട്ട് ഏലകൃഷിക്കകത്ത് കാലാവസ്ഥ ഒന്ന് ഇരുണ്ട് ഒത്തിരി ദിവസം മഴ പെയ്യുമ്പോൾ നമുക്ക് ചങ്കടിപ്പാ. കാരണം എന്താ? ഇത് അഴുകിപ്പോവും. മഴ കിട്ടിയില്ലെങ്കിലും ചങ്കടിപ്പാ, കാരണം ഇത് ഉണങ്ങിപ്പോവും. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മഴയും വെയിലും ഒക്കെ കിട്ടണമെന്നാണ് നമ്മുടെ അവിടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. കാരണം എവിടെയെങ്കിലും വീടിൻ്റെ സൈഡിൽ വരെ നമ്മൾ ഏലം പിടിപ്പിച്ചേക്കുമോ, കാരണം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമല്ലോ. ഇടുക്കി മേഖലയിലുള്ള ആളുകൾക്കറിയാം, അവിടെ മൊത്തം ഏലത്തിൻ്റെ കൃഷിയാണ്. അപ്പം നമ്മുടെ ചിന്ത ഇതാണ്, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും 1 കിലോ കൂടുതൽ കിട്ടണം. 2500 രൂപയൊക്കെ വിലയുണ്ട് ഇപ്പം. ഒരിടയ്ക്ക് 4000 രൂപ വരെ വന്നപ്പം അവിടെ ഉള്ളതെല്ലാം വിറ്റഴിച്ച് വീട് പണിത് വെച്ച ആളുകളുണ്ട്. ഇപ്പം അതെല്ലാം താഴെ പോയി, പണിക്കൂലി കൂടി, വളത്തിൻ്റെ വില കൂടി, എല്ലാം കൂടി, ഏലക്കായ്ക്ക് താന്നു പോയപ്പോൾ പിന്നെയും സങ്കടം. അപ്പം ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് ആ വർഷം ഒത്തിരി വിളവ് കിട്ടി. അപ്പോഴത്തേക്ക് ഇവൻ്റെ കളപ്പുരയ്ക്കകത്തും കൊള്ളത്തില്ല, വീടിനകത്ത് വെച്ചിട്ട് പിന്നെയും മിച്ചോ. അപ്പം ഈ മനുഷ്യൻ ചിന്തിക്കുക, എന്താ, ഞാൻ എൻ്റെ കളപ്പുര ഇച്ചിരി കൂടെ ഒന്ന് വലുതാക്കാം, അല്ലേ? കാരണം ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് എനിക്കങ്ങോട്ട് തിന്ന് മതിച്ച് ജീവിക്കാലോ, അല്ലേ? കുറെ കാലം ഇതും കൊണ്ട് ജീവിക്കാലോ. ഇപ്പം അടുത്ത വർഷം കിട്ടുന്നത് മിച്ചമാണെന്നുള്ളത് ഈ മനുഷ്യൻ്റെ ചിന്ത. അവൻ അങ്ങനെ ചിന്തിച്ചിട്ട് അന്ന് കിടന്നുറങ്ങുമ്പോൾ അവനോട് ചോദിക്കുന്നേ, ലൂക്കോസ് 12-ാം അധ്യായം 20-ാം വാക്യം എന്താ ചോദിക്കുന്നേ? മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? നീ എല്ലാം കൂട്ടി വെച്ചു, കളപ്പുര വലുതാക്കി, എൻ്റെ അകത്ത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അവിടെ നിന്ന് പുഴു വരച്ചു, അല്ലെ ആരെങ്കിലും അടിച്ചോണ്ട് പോകും, അല്ലേ? മനുഷ്യനെ വിളിക്കുന്ന വാക്കത് മൂഢ, അല്ലേ? നമ്മുടെ മൗഢ്യത്വമാണിത്. ഈ ലോകത്ത് നമ്മൾ കൂട്ടിവെക്കുന്നത്, നമ്മൾ സമ്പാദിക്കുന്നതും മറ്റുള്ളവനെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ഇതെല്ലാം കൊണ്ടുപോകാന്നുള്ള ചിന്തയാണ്, അല്ലേ? മരിച്ചു കഴിയുമ്പം ഒരു പെട്ടിക്കകത്ത് നമ്മളെ വളരെ ഭംഗിയായിട്ടൊക്കെ അലങ്കരിച്ചൊക്കെ കൊണ്ടുവെക്കും. ഈ വരുന്നവരൊക്കെ എവിടം വരെ വരും? ഈ കുഴിയുടെ പക്കുങ്ക വരും. അപ്പനോടും അമ്മയോടും ഉള്ള സ്നേഹം കൊണ്ട്, അല്ലെ ഭാര്യയോടും ഭർത്താവിനോടും സ്നേഹം കൊണ്ട് ഈ കുഴിക്കകത്തോട്ടാരും ചാടുവോ? പണ്ട് കാലത്തുണ്ടായിരുന്നു സതി, അല്ലേ? ഭർത്താവ് മരിച്ച ഭാര്യ തീക്കകത്ത് ചാടിക്കണം. ഇന്നതൊന്നുമില്ല. ഈ പറയുന്ന കുഴിയുടെ വക്ക് വരെ വന്ന് ഇച്ചിരി നേരം കരഞ്ഞ് നിലവിളിച്ച് പിന്നെ ഈ മനുഷ്യനെ ഓർക്കുന്നാരാ? മക്കളുണ്ടെ മക്കള്, അല്ലെ ഭാര്യ, വർഷാവർഷം ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് കുഴിക്ക് വരെ പോയി, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ചിന്തിക്കുന്നത്, ഇതുണ്ടാക്കി വെക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ഇവിടെ ചിരഞ്ജീവിയായിട്ട് ജീവിക്കുമെന്ന. ഈ മനുഷ്യനും അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് എനിക്ക് തിന്നുകൂടി ചർമാദിച്ച് ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് തമ്പുരാൻ അവനോട് ചോദിക്കും, മൂഢ, ഇന്ന് രാത്രി, അല്ലേ? സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, ഇത് അകത്തോട്ടെടുത്ത് പുറത്തോട്ട് പോയില്ലെങ്കിൽ തീർന്നു. പക്ഷെ മനുഷ്യന് ഇതൊന്നും ബാധകമല്ല. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ അനുദപിക്കാനുള്ള ഹൃദയം നഷ്ടപ്പെട്ടു. നമ്മൾ കാണുന്നത് എന്താ? അപ്പനെയും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വെട്ടിയും കൊന്നും തീരുക. അതെങ്ങനെ ഒരു മാറ്റം
ഈ പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും ഈ ധനവാനായ മനുഷ്യൻ ചോദിക്കും, ഞാൻ പോയിട്ട് ഒന്ന് പറഞ്ഞിട്ട് വരാം. വേണ്ട, നീ ഭൂമിയിൽ കിടന്ന് ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും ഇനി നീ ഇവിടുന്ന് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. സത്യമായ ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ ചെയ്യുന്ന ഒരുത്തനൊരു നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ അംശങ്ങളായിട്ട് കണക്കിടപ്പെടും. അതാണ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തന് നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താലും അതെനിക്കാണ് ചെയ്തത്. തമ്പുരാൻ ഇതിനെല്ലാം ഈ പറയുന്ന പോലെ കൗണ്ടർ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട എന്നാണ്, ചെയ്യുന്ന കാര്യത്തിന് എന്ത് പ്രതിഫലമാണ്, നീ ചെയ്യാതിരുന്നാൽ എന്താണ് പ്രയാസം, ഇതെല്ലാം വേദപുസ്തകത്തിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്കൊന്ന് ജീവിക്കാനായിട്ട് സാധിച്ചാൽ തമ്പുരാന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. വ്യാഴാഴ്ച സന്ധ്യാ നമസ്കാരത്തിൽ, ശീമാ നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ട്, നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം, നിൻ പ്രീതിക്കെതിരാ പാഴാം ചിന്തകളും ദുഷ്ടവികാരവുമെങ്ങളിൽ നിന്ന് ഒഴിവാക്കണമേ. നീട്ടി വളരെ ഇമ്പത്തിൽ നമ്മൾ പാടും അല്ലേ? നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. ആ നിർമ്മല ഹൃദയത്തിൽ മാത്രമേ ദൈവം വസിക്കത്തുള്ളൂ. പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്ന്. ഈ നിർമ്മല ഹൃദയമുള്ളിടത്തും നൈർമല്യമുള്ളിടത്തും മാത്രമേ ദൈവം തമ്പുരാൻ വസിക്കുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ദേവാലയമൊക്കെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ടും വിശുദ്ധമായിട്ടും നമ്മൾ സൂക്ഷിക്കും. കാരണം ദൈവം കുടികൊള്ളുന്ന സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെയൊക്കെ ശരീരത്തെ പറ്റി തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ആ മന്ദിരത്തെ നശിപ്പിക്കുവാനായിട്ട് നമുക്കിടയാകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവും ഞങ്ങളിൽ നിന്ന് നീക്കണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങളൊക്കെ ദൈവികമായി തീരണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയുള്ളൂ. ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ ധ്യാനപ്രസംഗം അവസാനിപ്പിക്കാം. ഒരു കുടുംബം, അവിടെ പിതാവ് വിദേശത്തൊക്കെ ജോലി ചെയ്യുകയാണ്. അപ്പം അദ്ദേഹം അവധിക്ക് വരുമ്പോൾ ഇവരിങ്ങനെ എല്ലാ വർഷവും ടൂർ പോകുന്ന ഒരനുഭവമുണ്ട്. അപ്പം അങ്ങനെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് യാത്ര നടത്തുവാനുള്ള സൗകര്യമുള്ളിടത്ത് ഇവർ പോയി. എല്ലാ വർഷവും പോകുമ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ആഗ്രഹം ഹെലികോപ്റ്ററിൽ കയറണമെന്ന് ആഗ്രഹം. അപ്പം അങ്ങനെ ഇവർ പോയി. അവർ ചെന്നപ്പോൾ അവർ 5 പേരോളം ഉണ്ട്. അപ്പോൾ ആ ഹെലികോപ്റ്റർ ഓടിക്കുന്ന ആൾ പറഞ്ഞു, ഇത്രയും പേർക്ക് അതിൽ കയറാൻ പറ്റത്തില്ല, 3 പേർക്ക് മാത്രമാണ് ഇത് യാത്ര ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പം, ഓ ഇല്ല, ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന് ഞങ്ങൾ ഇത്രയും പേര് ഒന്നിച്ച് യാത്ര ചെയ്ത് പോയതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ മനുഷ്യന്റെ കോൺഫിഡൻസ് കണ്ടപ്പം അവർ കയറിക്കോളാൻ പറഞ്ഞു. കയറി കുറേ ഇതൊന്ന് ഉയർന്നു പൊങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇത് പൊതുക്കൊന്നും പറഞ്ഞ് താഴെ പോയി എല്ലാവരുടെയും ബോധമൊക്കെ നഷ്ടപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഈ ഗൃഹനാഥൻ നോക്കിയപ്പം ഈ വീണ് കിടക്കുക. ഏതായാലും തമ്പുരാന്റെ രൂപം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. ഈ മനുഷ്യൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഇച്ചിരി കഴിഞ്ഞപ്പം ഹെലികോപ്റ്റർ ഓടിക്കുന്ന ആൾക്ക് ബോധം വന്ന് അയാൾ നോക്കി. പ്രത്യേകിച്ച് ചോദിച്ചു, എന്താ തപ്പുന്നത്, എന്താ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, കഴിഞ്ഞ വർഷം വീണതിന് 3-4 അടി ഇപ്പുറത്ത് മാറിയാ വീണതെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അനുഭവം എന്നുള്ളത് ഈ മനുഷ്യൻ അറിയാം. പക്ഷെ അന്നേരം പറയുന്നു, കോൺഫിഡൻസ് എന്താ, ഇല്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം യാത്ര ചെയ്ത്. അപ്പൊ ആ വീണടത്ത് തന്നെ വീണ്ടും വീണു. അപ്പൊ ആ പോകുന്ന വഴി തെറ്റാണെന്ന്, അല്ലെങ്കിൽ അതിൽ പോയാൽ ഇതാണ് സംഭവം എന്നുള്ളത് നമുക്കറിയാമെങ്കിലും പലപ്പോഴും നമ്മുടെ ഓവർ കോൺഫിഡൻസ് നമ്മെ അതിലേക്ക് നയിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തമ്പുരാൻ ഓർമ്മിപ്പിച്ചതുപോലെ അനുതാപ ഹൃദയത്തോടുകൂടി ദൈവസന്നിധി ജീവിക്കുവാൻ നമുക്കൊക്കെ ഇവിടെയാകണം. പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ച ആഹാബ് രാജാവിൻ്റെ ആ എളിമയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുതാപവും, മുടിയനായ പുത്രന്റെ അനുതാപവും, സഖായുടെ അനുതാപവും ഒക്കെ അവരെ ദൈവത്തിങ്കിലേക്ക് തിരിപ്പിച്ചതുപോലെ, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതുപോലെ നമ്മുടെ ഈ എളിയ ജീവിതത്തിലും സത്യമായ അനുതാപം, നിർമ്മല ഹൃദയവും, പാഴാം ചിന്തകളിൽ നിന്നും ദുഷ്ടവികാരങ്ങളൊക്കെ മാറ്റവും നമ്മുടെയും ജീവിതം അനുഗ്രഹത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.